ബാക്ക് ടു വിദ്യാ ചാനൽ. സിക്സ്ത് സ്റ്റാൻഡേർഡിലെ കേരള പദാവലിയിലെ കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നു. ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്കു വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണിയടിച്ചു തറച്ചതുപോലെ അവിടെ നിന്നു. അയാൾക്ക് പെട്ടെന്നു ക്ഷീണം തോന്നി. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല. 50 ദിർഹം കൂടി. പക്ഷേ എവിടുന്ന് കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി. ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റ് പൊക്കി പറത്തിക്കളയുന്നതുപോലെ ഇല്ലാതായി. ആ നിമിഷത്തിൻ്റെ കയ്പ് എല്ലാം തുലച്ചു. ഇളംകുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്കു കടന്നു വരാതായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ. വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സുമടുപ്പിൻ്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ. റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ. ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. രാത്രി ഏറെ നേരം അലക്ഷ്യമായി അയാൾ നടന്നു. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പിറ്റേന്നു രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്കു വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവു കച്ചവടക്കാരനോടു കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിതു നിങ്ങളുടെ കയ്യിൽ നിന്നു വാങ്ങിയത്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി. കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീടയക്കാം. കുട്ടിക്കുള്ളത് അയക്കാം. ഉമ്മയ്ക്കു വാങ്ങിയതിൻ്റെ വില മതിയാവും. അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി. ഡ്രസ്സ് വാങ്ങി. ഭാര്യയ്ക്കും കുഞ്ഞിനും അയക്കാൻ വേണ്ടിയിട്ട് പ്രവാസിയായി ഇദ്ദേഹം ഡ്രസ്സ് വാങ്ങി. പക്ഷേ അയക്കാനുള്ള പൈസ കയ്യിൽ തികഞ്ഞില്ല. അപ്പോൾ ഭാര്യയ്ക്ക് അയക്കാതെ കുഞ്ഞിന് മാത്രം അയക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് മടങ്ങാണ്. എന്നിട്ട് അദ്ദേഹം ഭാര്യയുടെ ഡ്രസ്സ് അവിടെ കടക്കാരൻക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആ പണം കൊണ്ട് കുഞ്ഞിൻ്റെ ഡ്രസ്സ് അയക്കാനുള്ള പോസ്റ്റ് ഓഫീസിൻ്റെ ചാർജ് ഈടാക്കാമെന്നും കരുതുകയാണ്. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ അദ്ദേഹം വിൽക്കാനായി നിരത്തി വെച്ചു. പക്ഷേ ആദ്യം ആരും അത് വാങ്ങിയില്ല. ഓരോരുത്തരോടായി അയാൾ പറഞ്ഞു, ഇത് നല്ല തുണിയാണ്, ഇന്നലെ 40-ന് വാങ്ങിയതാണ്, 30-ന് തരാം. ആ പണം കിട്ടിയിട്ട് വേണം അദ്ദേഹത്തിന് മകൻ്റെ ഡ്രസ്സ് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാര്യയ്ക്ക് ഇന്നലെ വാങ്ങിച്ച ഡ്രസ്സ് എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ്. ഒരാൾ കടന്നുപോയി. എല്ലാവരും ഇങ്ങനെ ആ ഡ്രസ്സ് വാങ്ങിക്കാതെ കച്ചവടം നടക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ കടന്നു പോവാണ്. അയാളുടെ അടുത്തേക്ക് വന്നതേയില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി. അപ്പോൾ ആരും തന്നെ അത് വാങ്ങാൻ അവിടെ ഇല്ല. വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം. പക്ഷേ ആരും വാങ്ങാൻ വരുന്നില്ല. അപ്പോൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അദ്ദേഹത്തിന് പ്രദർശിപ്പിച്ചു. ആരും തന്നെ വരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നു.
ദേഷ്യവും ദുഃഖവും കയ്യും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. ലക്ഷ്യമില്ലാതെ അയാൾ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരുമുണ്ടായില്ല. കോയ വൻനഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചു കൊണ്ട് നടത്തം തുടരുകയാണ്. അദ്ദേഹം ആ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കഥയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതാണ് ഒരു പ്രവാസിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും, അതൊന്നും നടക്കുന്നില്ല. പിന്നെ അവസാനം വിചാരിക്കുന്ന ഒരു കൊച്ചാഗ്രഹം പോലും നടത്താൻ പറ്റാതെ വിദേശത്തും അവിടെയും ഇവിടെയൊക്കെ പുറംനാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ് ദയനീയമായിട്ട് അവിടുത്തുകാരൻ തന്നെയായ ഒരാൾ അവതരിപ്പിച്ച കഥയാണിത്. ഒരു അറബി തന്നെ എഴുതിയ കഥയുടെ പരിഭാഷയാണിത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ നമ്മുടെ ആഗ്രഹം ഒന്നും നിറവേറ്റാൻ കഴിയാതെ പുറംനാടുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ് നമ്മൾ ഓർക്കേണ്ടത്. അവർ അവിടെ ഒന്നുമില്ലാതെ ജോലി ചെയ്ത് അവർക്ക് ശരിക്കും ഒരു ജീവിതം തന്നെ ഇല്ലാതെ ആവുകയാണ്. അങ്ങനെ ഒരു വലിയൊരു സത്യമാണ് ഇവിടെ കഥാകൃത്ത് വിളിച്ച് പറയുന്നത്. അവിടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു. എല്ലാവരും കഥാഭാഗം നല്ല പോലെ വായിക്കുകയും നല്ല പോലെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.